ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫസ്റ്റത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അൺബോക്സിങ് വീഡിയോ. നമ്മൾ നാട്ടിൽ നിന്ന് വന്നൊരു പെട്ടി അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ലൈക്ക് വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് യൂസ് ടു ദിസ് വ്ളോഗിങ് ആൻഡ് സ്റ്റഫ്. അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പോരായ്മകളൊക്കെ നമ്മുടെ വീഡിയോകൾക്കൊക്കെ ഉണ്ട്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കമൻറ്റ്സ് ആൻഡ് ഫീഡ്ബാക്ക് ഐ ഗോട്ട് ഫ്രം യു ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഒരു വീക്കെൻഡ് വ്ളോഗ് ചെയ്യാം. അതായത് എൻ്റെ ഒരു സാറ്റർഡേ സൺഡേ. യൂഷ്വലി എൻ്റെ മൺഡേ ടു ഫ്രൈഡേ എന്നൊക്കെ പറയുന്നത് കൈൻഡ് ഓഫ് സിമിലർ ആണ്. കാരണം ഞാൻ ഇവിടെ സ്കൂളിൽ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അധികം ഈ മൺഡേ ടു ഫ്രൈഡേ സ്കൂളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിട്ട് പോകും. സോ ഇപ്പം നമുക്ക് ഇവിടെ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മുടെ വീക്കെൻഡുകളും, അതായത് നമുക്ക് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരേപോലെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മളും അധികം നമുക്ക് കുറച്ചും കൂടെ ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ യൂഷ്വലി ഹാപ്പൻ ചെയ്യുന്നത് നമ്മുടെ വീക്കെൻഡുകളിലാണ്. അപ്പോൾ എൻ്റെ കൈൻഡ് ഓഫ് കുറച്ച് ബിസി ആയിട്ടുള്ള ഒരു സാറ്റർഡേ സൺഡേ വ്ളോഗാണിത്. ലൈക്ക് ഇതിൽ നമ്മുടെ എൻറ്റയർലി മുഴുവൻ വീക്കെൻഡും കാര്യങ്ങളോ ഒന്നുമില്ല. ലൈക്ക് ജസ്റ്റ് ഗ്ലിംസ് ഓഫ് മൈ വീക്കെൻഡ്. സോ അപ്പോൾ ലെറ്റ്സ് ഗോ ടു അവർ വീഡിയോ. അപ്പോൾ ഈ ശനിയാഴ്ച രാവിലെ തന്നെ നമ്മൾ പോകുന്നത് ഒരു ഹലാൽ മീറ്റ് മാർക്കറ്റിലേക്കാണ്. നമുക്ക് കുറച്ച് ബീഫ് മേടിച്ചിട്ട് വരാം. എനിക്കിന്ന് 1-2 ഇവൻറ്റിന് കേറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ബീഫ് ബിരിയാണിയാണ് ചെയ്യേണ്ടത്. സോ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് ബീഫ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. ലൈക്ക് ഒരു ലെസ് ദാൻ 5 മിനിറ്റ്സേ ഇങ്ങോട്ടേക്കുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ നടന്നാണ് വന്നത് ബീഫ് മേടിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് തന്നെ ബീഫ് ബിരിയാണി ഉണ്ടാക്കലാണ്. അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ അപ്പാർട്ട്മെന്റ്. സോ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. സോ ആ കാണുന്നതാണ് എൻ്റെ അപ്പാർട്ട്മെന്റ്. നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ലിഫ്റ്റ് ഇല്ല. അത് കാരണം നമുക്ക് ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെത്തണം. നമ്മുടെ യൂണിറ്റിലേക്ക് പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. നമുക്ക് ഗ്രോസറി മേടിക്കാൻ വരുമ്പോൾ ഈ സാധനങ്ങളെല്ലാം എനിക്ക് നേരെ എടുക്കാനുണ്ട്. ഇന്നെനിക്ക് മെയിനായിട്ട് 1-2 പരിപാടികളുണ്ട്. കേറ്ററിങ്ങിൻ്റെ കൂടെ തന്നെ ഇന്ന് സ്കൂളിലെ സ്റ്റാഫൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ബാർബിക്യൂ പാർട്ടിയുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ട്. അങ്ങനെ ഞാൻ വന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബീഫ് ബിരിയാണീൻ്റെ പണി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ബീഫ് ബിരിയാണി ഒന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടേ എനിക്ക് ബാർബിക്യൂ പാർട്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു സ്റ്റാഫിൻ്റെ ഗ്രാജുവേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങൾ സ്കൂളിലുള്ള ടീച്ചേഴ്സൊക്കെ ആയിട്ട് ചെറിയൊരു ബാക്ക് യാർഡ് ബാർബിക്യൂ പാർട്ടിയാണ് ഇന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് പോകണം. ഞാൻ ഉണ്ടാക്കിയത് പൊട്ടാറ്റോ ബേക്കൺ സാലഡായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റാഫും എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് വരും. അതുപോലെ തന്നെ പുള്ളിക്കാരി വീട്ടിൽ നമുക്ക് വേണ്ടി വേറെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളിത് റെഡി ആയിട്ട് ബാർബിക്യൂ പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. എനിക്ക് ആക്ച്വലി വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് കേട്ടോ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള് ഔട്ട് ഓഫ് ടൗൺ ആണ്, വേറൊരു ടൗണിലാണ്. അപ്പോൾ ഡെയിലിയിലേക്ക് എനിക്കൊരു 15 to 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് എൻ്റെ സ്കൂളിലേക്ക്. അപ്പോൾ ഈ മിസ്സിൻ്റെ വീടാണെങ്കിലും സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. ഇന്നിവിടെ അത്യാവശ്യം നല്ല വിൻഡി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിന്ന് കേറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം ഞാൻ ആക്ച്വലി പാർട്ടി തീരുന്നതിന് മുന്നേ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന് നമ്മുടെ ബിരിയാണീൻ്റെ പണി വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി നമുക്കൊരു ബർത്ത്ഡേ ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ബിരിയാണി ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗെദർ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇന്ന് നൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടും കൂടെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം. അങ്ങനെ നമ്മളിന്ന് മൊത്തം 10-25 പേർക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതും നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മലബാറി ദം ബീഫ് ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണി പരിപാടിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ ദമ്മും കൂടി ഇട്ട് കഴിഞ്ഞാൽ ബിരിയാണി റെഡി.
അങ്ങനെ ആ കേറ്ററിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേട്ടോ ഞങ്ങളെല്ലാവരും അത്യാവശ്യം നല്ല കമ്പനിയായത്. എല്ലാവരും ഓരോരോ സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് വന്നവരൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും നല്ലൊരു അടിപൊളി ഫാമിലി പോലെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിലും നമ്മൾ ഈ വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും നാട്ടുകാരെയും ഒക്കെ വിട്ട് ദൂരെയുള്ള സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ ആകെ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റുന്നത് ഇതുപോലെയുള്ള നല്ല അടിപൊളി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അധികവും മിക്ക വീക്കെൻഡുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരുമിച്ച് കൂടാറുമുണ്ട്. ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെ, സൺഡേ മോർണിംഗ് നമുക്ക് രാവിലെ തന്നെ പള്ളിയിൽ പോയിട്ട് വരാം. ഇന്നും നമുക്കൊരു കേറ്ററിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അവർ സ്നാക്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല നാടൻ പരിപ്പുവടയും മുട്ടബജിയൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തു കൊടുത്തത്. ഇതൊക്കെ കഴിഞ്ഞതേ വൈകിട്ട് ചുമ്മാ ഒന്ന് പുറത്തേക്ക് സൈക്കിളും കൊണ്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ സമയം ഇവിടെ ഏകദേശം രാത്രി ഒരു 8:30-9 മണിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വളരെ ലേറ്റായിട്ടാണ് ഇരുട്ടാകുന്നത്, സമ്മറായ കാരണം. ഇനിയിപ്പോൾ നാളെ തൊട്ട് വീണ്ടും ജോലിക്ക് പോകണമല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഈ വീട്ടിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ വീണ്ടും മൺഡേ ടു ഫ്രൈഡേ ബാക്ക് ടു നോർമൽ. നാളെ തിങ്കളാഴ്ച ആണല്ലോ എന്നുള്ള വിഷമത്തിൽ നമുക്ക് പോയിട്ട് കിടക്കാം.